രാത്രി നല്ല മഴയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് കനത്ത മഴ. രാത്രി കാറ്റും മഴയും ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ രാത്രിയിൽ. ഇന്ദുലേഖ രേണു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ദു, ആദ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം. ഏറെ നേരമായി തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. രാത്രിയോടുകൂടി കനത്ത കാറ്റും ഉണ്ടാകുമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് ശക്തമായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരികയും ചെയ്യുന്നുണ്ട്. മുന്നറിയിപ്പുകൾ എങ്ങനെ? പൂജ പറഞ്ഞതുപോലെ തന്നെ ഇന്നു മുതൽ അടുത്തൊരു 2-3 ദിവസത്തേക്ക് ശക്തമായ രീതിയിൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ 11 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉണ്ട്. മറ്റു 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ 9 ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ യെല്ലോ അലർട്ടാണ് ഉള്ളത്. പക്ഷേ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. കാരണം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ഒരു ശമനമില്ല. മലയോര മേഖലകളിലൊക്കെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലയിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. ഇതൊക്കെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീവ്രമായ രീതിയിൽ മഴ ലഭിക്കുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം മലയോര തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനൊന്നും പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിന് ഒക്കെ പോകുന്നവർ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലേക്കും അതുപോലെ തന്നെ തീരദേശ മേഖലയിലേക്കും ഒക്കെ എത്താൻ പദ്ധതി ഇടുന്നവരുണ്ടെങ്കിൽ ആ യാത്രയൊന്ന് ഒഴിവാക്കുന്നതോ മാറ്റിവെക്കുന്നതോ ആകും നല്ലത്. കാരണം കാലാവസ്ഥ ഉചിതമായിട്ടുള്ള രീതിയിലല്ല മറ്റ് അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കാൻ